ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് നമ്മളെല്ലാവരും കുടിച്ചിരിക്കേണ്ട ഒരു സൂപ്പാണ് മട്ടൺ സൂപ്പ്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ നല്ല മിനറൽസ്, കൂടാതെ തന്നെ നമ്മുടെ നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ അസുഖങ്ങളെല്ലാം ഈ തണുപ്പ് കാലത്ത് ഒഴിവാകും. അതുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മട്ടൺ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പിന് ആദ്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് മട്ടനാണ്. നല്ല കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളി മട്ടൺ 1/4 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഇഞ്ചി എടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിയാം. അധികം കുരുകുരു ആക്കണ്ട, എന്നാലും ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. 2 പച്ചമുളക്, 3 ചുള വെളുത്തുള്ളി. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ കുഞ്ഞുവിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് എടുക്കേണ്ടത് ചെറിയ ചുവന്നുള്ളിയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ നമുക്കിങ്ങനെ ഇട്ടാൽ മതി. ഇതിന്റെ ലാസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് ഒരു 2-3 എണ്ണം നമുക്ക് കുനുകുന കട്ട് ചെയ്യണം. അത് നമുക്ക് നെയ്യിൽ മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അങ്ങ് വെക്കുവാണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലകളും വേണം. ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെ മല്ലിയിലാണ്, ഫ്രഷ് ആണ്, കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് തുടക്കഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് നമ്മുടെ മട്ടണിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഇടണം. ഇതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി, നമ്മൾ മുറിക്കാതെ വെച്ചിരിക്കുന്ന ചുവന്നുള്ളിക്ക് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 3 ചുളയാണ് ഞാൻ പറഞ്ഞിരുന്നു മുമ്പേ. അതുപോലെ തന്നെ അടുത്ത് ഇടാൻ പോകുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ഞുറുക്കി. പിന്നെ നമ്മുടെ പച്ചമുളകാണ്, 2 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ അല്പം ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലി, പൊടിക്കാത്ത മല്ലിയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഒരു 2-3 തണ്ട് മല്ലിയില, നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത മല്ലിയിലയാണ്, നമുക്ക് പറഞ്ഞിരുന്നു. ഇതിലേക്ക് നമ്മൾ പാകത്തിന് 1 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ 4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. ഏകദേശം 1-2 വിസിൽ മതിയാകും ഈ മട്ട നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട്. നമ്മളിനി അടയ്ക്കുകയാണ്. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇത് 1 വിസിലായ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് വേവിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ചീനിച്ചട്ടി എടുത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല നെയ്യ് അതിനകത്ത് ഒഴിക്കാം. ഈ നെയ്ക്കുള്ളിലേക്ക് നമ്മൾ മുമ്പേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടിപൊളിയായിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി നെയ്യിൽ വഴറ്റിയതാണിത്. നമുക്കിത് ഇങ്ങോട്ടിടാം. നമ്മൾ അടിപൊളി സൂപ്പ് വരുവാണ്. സൂപ്പിനൊപ്പം ഇടയ്ക്ക് നമുക്കിത് ടച്ചിങ്സ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തോട്ടത്തിലുണ്ടാക്കിയ ലെറ്റ്യൂസിൻ്റെ ഇല, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഇല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പാത്രങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിനി സൂപ്പ് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി സൂപ്പ് നമ്മൾ സെർവ് ചെയ്തിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഇറച്ചിയൊക്കെ ആണെങ്കിലും നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കഥപറയൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ കഴിക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. നല്ല പാകത്തിന്
ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ആയിട്ടുണ്ട്. കൂടുതൽ ആവശ്യമുള്ളവർക്കും പെപ്പറും ഉപ്പും ഒക്കെ ഇടാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലെറ്റൂസ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇലകളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം സാധനമാണ് ഉള്ളിയിലൊക്കെ. അപ്പം അതുകൊണ്ട് ഇത് വലിയ വിഷരഹിതമാണ്, സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമൻസുകളൊക്കെ, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.